Hi guys, good evening. All. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എൻട്രൻസ്, അതായത് സിയു കാറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങളിപ്പോ CUT ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ സെറ്റ് എക്സാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല, PGയുടെ കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, എനിവേ ഇനി വരാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള എക്സാംസ് ആണ് സാധാരണ നമ്മളെ ഈ കേരളത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസിലേക്ക് എൻട്രൻസ്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള, കണ്ണൂര്, MG, ഇതിന്റെയൊക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് എന്ത് ചെയ്യും ഇവര് സെപ്പറേറ്റ് എക്സാംസ് നടത്തും. ഇതിലൊക്കെ അപ്ലിക്കേഷൻസ് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എക്സാം ആയിട്ടുണ്ട്. സോ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു പോകാം. സോ ഇതിന്റെ പാറ്റേൺ നോക്കിയപ്പോൾ കണ്ടത് ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സിറ്റി ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. അതിൽ 10 മാത്തമാറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി 65 ക്വസ്റ്റ്യൻസും സ്റ്റാറ്റിൽ നിന്നാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതും പിന്നെ അധികം പ്രോബ്ലംസ് ചെയ്യാത്ത രീതിയിൽ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ സമയത്തൊക്കെ നല്ല ടഫ് എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ച് ലിബറൽ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചിട്ട് പോകാം. 10 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സ് ആണ്, അത് നിങ്ങൾ നോക്കിയാൽ മതി. സ്റ്റാറ്റിക്സിന്റെ ഭാഗത്തേക്ക് വന്നാൽ ഫസ്റ്റത്തെ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് അബൌട്ട് ദ what does it indicate about the distribution if the mode, mean and median of a data set are all are equal? എല്ലാം ഈക്വൽ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? മീനും മീഡിയനും മോഡും ഈക്വൽ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്തായിരിക്കും? സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിൻ്റെതാണ് മീനും മീഡിയനും മോഡും എല്ലാം സെയിം ആയിട്ടിരിക്കുന്നത്, അല്ലേ? സോ അതുപോലെ തന്നെ ഇതിന്റെ ഡാറ്റ സെറ്റ് ദ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ. മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ആണെങ്കിൽ വാട്ട് ഡസ് ദിസ് സജസ്റ്റ് അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ക്യൂനെസിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് സ്ക്യൂഡ്, നെഗറ്റീവ് സ്ക്യൂഡ് പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് സ്ക്യൂഡ് എന്തായിരിക്കും? മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. മീൻ മീഡിയം ഒരു ആ ഒരു എന്ത് ചെയ്യുക, ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. പിന്നെ അതിന്റെ ഗ്രാഫും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, പോസിറ്റീവ് സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്കായിരിക്കും അതിന്റെ വാലുണ്ടാകുക, ടെയിൽ ഉണ്ടാകുക. അപ്പൊ ഈ കൂടുതൽ ഡാറ്റയും ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കും. സോ സ്ക്യൂനെസ് എന്തായിരിക്കും? സ്ക്യൂനെസ് പറഞ്ഞാൽ ടെയിൽനെസ്. അപ്പൊ റൈറ്റ് ടെയിൽഡ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ റൈറ്റ് സ്ക്യൂഡ് ആയിരിക്കും എന്ത് വരിക, ഈ ഒരു ആ ഒരു ഗ്രാഫ് വരിക. പിന്നെ സിമെട്രിക് ആണെങ്കിൽ എന്തായിരിക്കും? സെൻട്രലായിരിക്കും ഗ്രാഫ് വരിക. നെഗറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് ടെയിൽ ഉണ്ടാകും. ബാക്കി കൂടുതൽ ഡാറ്റയും കൂടുതൽ പോയിന്റ് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? റൈറ്റിലോട്ടായിരിക്കും. സോ അതുകൊണ്ട് അതിന് ലെഫ്റ്റ് സ്ക്യൂഡ് എന്ന് പറയും, അല്ലെങ്കിൽ നെഗറ്റീവ് സ്ക്യൂഡ് എന്നും പറയും. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയ എന്നുള്ളതാണ്. സോ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയാ, ഓർഡർ പഠിച്ചു വെച്ചാൽ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ അല്ലെങ്കിൽ മീൻ മീഡിയൻ മോഡ്. ഇവിടെ നമുക്ക് മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്, അതായത് മീനാണ് ഏറ്റവും മുമ്പിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരിക? ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂ ടു ലെഫ്റ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂ ടു റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ഉണ്ട്. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഇവിടുത്തെ ആൻസർ ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂ ടു റൈറ്റ് ആയിരിക്കും, അല്ലേ? മീൻ കയറ്റുന്ന മീൻ എന്ന് പറയുമ്പോൾ ഞാൻ ഗ്രാഫ് പറഞ്ഞു തന്നായിരുന്നു, ജസ്റ്റ് നോക്കി നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂ ടു റൈറ്റ് ആയിരിക്കും വരിക. ഓക്കെ, ഇൻ ദ ഡാറ്റ സെറ്റ് ദ മീൻ ഇസ് ഗ്രേറ്റർ ദാൻ മീൻ. സോറി, അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. What type of mean typically used when averaging rates such as speed or fuel efficiency? Rates എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പൊ തന്നെ അതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? ഹാർമോണിക് മീൻ ആയിരിക്കും. ഇനി റേഷ്യോസ് പെർസെന്റേജ് കണ്ടാൽ എന്തായിരിക്കും? ജോമെട്രിക് മീൻ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ റേറ്റ്സ് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? റേറ്റ്സ് ജോമെട്രിക്കിലുണ്ട്, പക്ഷെ റേറ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഹാർമോണിക് മീനിലാണ്. ഓക്കെ, ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഓഫ് ഡാറ്റ സെറ്റ് ഈസ് നെഗറ്റീവ്, വാട്ട് ക്യാൻ യു ഇൻഫർ അബൌട്ട് ദ ഷേപ്പ്? കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സ്ക്യൂഡ് ആണെങ്കിൽ ഇതായിരിക്കും, ഗ്രാഫ് റൈറ്റിലേക്കായിരിക്കും കൂടെ ഉണ്ടാക്കുക, ടെയിൽ എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലോട്ടായിരിക്കും, അല്ലേ? സോ ലെഫ്റ്റിലായിരിക്കും ടെയിൽ കൂടെ ഉണ്ടാക്കുക. സോ ലെഫ്റ്റ് ടെയിൽ ഇസ് ലോങ്ങർ ദാൻ റൈറ്റ് ടെയിൽ ആയിരിക്കും. എ ആയിരിക്കും ആൻസർ വരിക. അടുത്ത കോഎഫിഷ്യന്റ് ഓഫ് കേർട്ടസ് മെഷേഴ്സ്, അതായത് കേർട്ടോസിസ് എന്തിന്റെ മെഷർ ആണ്? പറഞ്ഞു നേരുന്നു, പീക്കർനെസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്.
നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. ഒന്ന് അതായത് ഒന്ന് പാൻ എടുത്ത് എഴുതാൻ പോലും അതിനുള്ള ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പം ഇപ്രാവശ്യവും ഇനി അങ്ങനെ വരുന്ന നമുക്കൊരു ഉറപ്പില്ല. ചിലപ്പം ഇപ്രാവശ്യം നല്ല ടഫായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതേപോലെ പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ചിലപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തെറ്റിക്കാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ നമ്മൾ തെറ്റിക്കും. സോ ഓരോ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം എന്നുള്ളതാണ്. സോ അടുത്ത 16th ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് സ്ക്യൂനെസ് ഡസ് എ ഡിസ്ട്രിബ്യൂഷൻ എക്സിബിറ്റ് ഇഫ് ഇറ്റ്സ് മീൻ ഈ ഗ്രേറ്റർ ദാൻ മീഡിയൻ? മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ, നേരത്തെ ചോദിച്ചത് അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താണ്. മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ആണെങ്കിൽ എന്തായിരിക്കും? മീഡിയന്റെ ആ ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ആണെങ്കിൽ എന്തായാലും നമ്മൾ ഇവിടെ എഴുതിയത് എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഈസ് സ്ക്യൂഡ് റൈറ്റ് അല്ലെ? സ്ക്യൂഡ് റൈറ്റ് ആണെങ്കിൽ അതായത് റൈറ്റിലേക്കായിരിക്കും ടെയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പോസിറ്റീവില് സ്ക്യൂഡ് ആയിരിക്കും അല്ലെ? സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പോസിറ്റീവ് സ്ക്യൂനെസ് ആയിരിക്കും ഉണ്ടാകുക അല്ലെ? ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് റെസിസ്റ്റന്റ് ടു ഔട്ട്ലേസ്? ഓക്കെ, സോ ഔട്ട്ലേസിനെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്ത കുറെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം അല്ലേ? സോ സോറി, കുറെ മെഷേഴ്സ് നമുക്കറിയാം. സോ അതിൽ പെട്ട ഇതിൽ റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, സി ബി ഉണ്ട്, ക്വാർട്ടർ ഡീവിയേഷൻ ഉണ്ട്. സോ ഇതിൽ റേഞ്ച് എന്തായാലും ഔട്ട്ലേസ് പറഞ്ഞത് എക്സ്ട്രീം വാല്യൂസ് ആണ്. ഏറ്റവും ചെറിയ വാല്യൂസും ഏറ്റവും വലിയ വാല്യൂസും. സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം മൈനസ് മിനിമം അല്ലേ വാല്യൂ വരുന്നത്. സോ എന്തായാലും അത് ഔട്ട്ലേസിനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? ഡിസ്പെർഷൻ ആണ്. അത് മെഷർ ഡിസ്പെർഷൻ, ബട്ട് ഇത് എല്ലാ വാല്യൂസിനെയും നമ്മൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ തന്നെ വാല്യൂസ് എടുക്കുന്നത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ്. പക്ഷെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സർവേഷൻസ് ആണ്. എല്ലാ ഒബ്സർവേഷൻസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പെർഷൻ, അതായത് ഇത് നോക്കുന്നുണ്ട് അല്ലെ? അതേപോലെ ക്വാർട്ടർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താ? Q3 മൈനസ് Q1 ആണ്. സോ Q3 മൈനസ് Q1 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാർട്ടർ മൈനസ് ഫസ്റ്റ് ക്വാർട്ടയിലാണ്. ബാക്കിയുള്ള Q1ന്റെ താഴെയുള്ള വാല്യൂസോ അല്ലെങ്കിൽ Q3ന്റെ മുകളിലുള്ള വാല്യൂസോ എന്ത് ചെയ്യുന്നില്ല, അത് മൈൻഡ് ആക്കുന്നില്ല. അതുപോലെ കോഫിഷ്യന്റ് വേരിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ മറ്റൊരു ആ ഒരു ടേംസ് ആണ്. സോ എന്തായാലും എന്ത് ചെയ്യും, ആ ഒരു റേഞ്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെ സി ബി എന്താകും, ഔട്ട്ലേസിന് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഇവിടെ നമുക്ക് ആൻസർ എന്തായിരിക്കും വരിക? ക്വാർട്ടർ ഡീവിയേഷനിലേക്ക് വരിക. കാരണം എന്താ? Q3 മൈനസ് Q1 എന്നുള്ള ആ ഒരു ഡാറ്റ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് ഡാറ്റയുടെ 50% ഡാറ്റ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ ക്വാർട്ടർ ഡീവിയേഷൻ മെഷർ ചെയ്യുമ്പോൾ. സോ ഔട്ട്ലേസിന് എന്ത് ചെയ്യുന്നില്ല, അതിനെ ബാധിക്കുന്നില്ല. സോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? ക്വാർട്ടർ ഡീവിയേഷൻ ആയിരിക്കും വരിക. ഇനി ഇന്റൽ ക്വാർട്ടർ റേഞ്ച് കവേഴ്സ് വാട്ട് പെർസെന്റേജ് ഓഫ് ഡാറ്റ ഇൻ ഡാറ്റ സെറ്റ്? നേരത്തെ പറഞ്ഞു എന്തായിരിക്കും? 50% ഡാറ്റ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, യൂസ്. അതായത് Q3 മൈനസ് Q3യുടെയും Q1ന്റെ ഇടയിലുള്ള ഡാറ്റ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, IQR മെഷർ ചെയ്യുമ്പം യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത്, ഇഫ് ദ കോഎഫിഷ്യൻ ഓഫ് വേരിയേഷൻ ഓഫ് ഡാറ്റ ടു ഡാറ്റ സെറ്റ്സ് ആർ സെയിം, വാട്ട് ക്യാൻ യു ഇൻഫർ അബൌട്ട് ദയർ ഡിസ്പേർഷൻ? ഓക്കെ, സി വി സെയിം ആണെങ്കിൽ എന്തായിരിക്കും പറയാനുള്ളത്? സോ ഇവിടെ ഓപ്ഷൻ നോക്കുക. ദേ ഹാവ് സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദേ ഹാവ് സെയിം മീൻ, ദേ ഹാവ് സെയിം റേഞ്ച്, ദേ ഹാവ് സെയിം റിലേറ്റീവ്. സോ ഇവിടെ ഫസ്റ്റ് മൂന്ന് ഓപ്ഷനും നമുക്ക് പറയാൻ കഴിയൂല. കാരണം എന്താ, നമുക്ക് സി വി സെയിം ആണ് നമുക്ക് തന്നിട്ടുള്ളൂ, അല്ലാണ്ട് ബാക്കിയുള്ള ഡാറ്റയും കാര്യങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണ സി വി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഇൻഫർ ചെയ്യാറുള്ളത്? വേരിയബിലിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇന്റർപ്രറ്റ് ചെയ്യാറുള്ളത്. സോ അതെന്തായിരിക്കും? അത് സെയിം ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ആൻസർ എന്തായിരിക്കും വരിക? നാലാമത്തായിരിക്കും. ദേ ഹാവ് സെയിം റിലേറ്റീവ് വേരിയബിലിറ്റി ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാറ്റ സെറ്റ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ഔട്ട്ലേയേഴ്സ്, which measure of the center tendency likely to provide the most representative estimate of the center of the data? ഓക്കെ. സോ നമുക്ക് ഡാറ്റ ഉണ്ട്, ഡാറ്റയിൽ കൂടുതൽ കുറെ ഔട്ട്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ. സോ ഔട്ട്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഏത് എസ്റ്റിമേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് ദ ഡാറ്റ? എസ്റ്റിമേറ്റ് ഓഫ് സെന്റർ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ് അല്ലേ? സോ ഇവിടെ നമുക്ക് ഏത് ആവറേജ് ആണ് ഇവിടെ യൂസ് ചെയ്യാനുള്ളതാണ്. സോ നാലാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ, ഒഴിവാക്കാം. അത് ഡീവിയേഷൻ ആണ്, മെഷർ ഡിസ്പെർഷൻ ആണ്. പിന്നെ ട്രിമ്ഡ് മീൻ ഉണ്ട്, വെയ്റ്റഡ് മീൻ ഉണ്ട്, വിൻസറൈസർ മീൻ ഉണ്ട്. വിൻസറൈസർ മീൻ എന്ന് പറഞ്ഞാല് ഔട്ട്ലേയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, അത് ആൾട്ടർ ചെയ്തിട്ട് അത് മാറ്റുന്ന ഇതാണ് വിൻസറൈസർ മീൻ. ട്രിമ്ഡ് മീൻ എന്ന് പറഞ്ഞാൽ ഔട്ട്ലേയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഒഴിവാക്കും. വെയിറ്റഡ് മീൻ പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് കൊടുത്ത് ചെയ്യുന്ന മീനാണ്. സോ അതിൽ ഔട്ട്ലേയേഴ്സിൽ എന്ത് ചെയ്യുന്നില്ല, അത് ബാധിക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രിമ്ഡ് മീനോ വിൻസറൈസർ മീനാണ് യൂസ് ചെയ്യുക. അപ്പം അതിൽ ഏറ്റവും നല്ല ഇതായിട്ട് നമ്മൾ കാണുന്നത് എന്തായിരിക്കും? ട്രിമ്ഡ് മീൻ. കാരണം ഔട്ട്ലേയേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, എടുത്ത് ഒഴിവാക്കുകയാണ് ട്രിമ്ഡ് മീനിൽ പറയുന്നത്. സോ ഇവിടെ നമുക്ക് ആൻസർ വരിക എ ആയിരിക്കും. വാട്ട് ഡസ് എ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് മെഷർ? കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണ് മെഷർ ചെയ്യാനുള്ളതാണ്? സോ ഇവിടെ ഓപ്ഷൻ നോക്കുക. സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ,
regardless of linearity, degree of non-linear relation between two variables, the rank correlation between two variables. Okay. So ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക? എന്താ കോറിലേഷൻ എന്താ മെഷർ ചെയ്യുന്നത്? സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് അല്ലേ? ഈ ആയിരിക്കും ആൻസർ വരിക. ബാക്കിയുള്ളതൊക്കെ എന്താണ്? തെറ്റാണ് അല്ലേ? ഡിഗ്രി ഓഫ് നോൺ ലീനിയർ അല്ല. എന്തായാലും ഇത് എന്താണ്? കോറിലേഷൻ എന്താ? ലീനിയർ റിലേഷൻഷിപ്പ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മെഷർ ചെയ്യുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സ്ട്രെങ്ത് അസോസിയേഷൻ റിഗാർഡ്ലെസ് ഓഫ് ലീനിയാരിറ്റി. ഓക്കെ, അപ്പൊ അതും തെറ്റാണ്. റാങ്ക് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആൻസർ എന്തായിരിക്കും വരിക? സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തത്. എ കമ്പനി കളക്ട് ഡാറ്റ ഓൺ ദ നമ്പർ ഓഫ് അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് സെയിൽസ് റവന്യൂ ഓവർ സെവറൽ മന്ത്സ്. The scattered plot shows a linear relationship between the two variables. What would be an appropriate method to model this relationship? So scattered plot കണ്ടാൽ നേരെ എന്ത് ചെയ്യുക? റിഗ്രഷൻ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. വേറെ ഏതും നമുക്ക് മോഡൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റിഗ്രഷനൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, സോ ലീസ്റ്റ് സ്ക്വയർസ് റിഗ്രഷൻ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ആൻസർ വരിക. ഓക്കെ, അടുത്തത് in the context of time series analysis, what is the purpose of estimating components? സോ ഇവിടെ ആൻസർ വരുന്നത് ടൈം സീരീസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമിനനുസരിച്ച് മാറുന്ന ഡാറ്റയും ടൈം സീരീസ്. ബേസിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെ ഡാറ്റയാണ് എന്ത്? ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. സപ്പോസ് ഓരോ വർഷത്തെയും മഴയുടെ അളവ് അല്ലെങ്കിൽ ഓരോ വർഷത്തെയും സെയിൽസ്, ഇതൊക്കെ ഇങ്ങനത്തെ ഡാറ്റകളാണ്. അതായത് ടൈമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റയാണ് എന്ത്? ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സീരിയസ് ആയിട്ട് വരുന്നു, ടൈം സീരിയസ് ആയിട്ട് വരുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് എസ്റ്റിമേറ്റിംഗ് കമ്പോണൻസ് ആയിട്ട് അതിന്റെ പർപ്പസ് പറയുന്നത്, ഇത് നിങ്ങൾ CUD സിലബസിലും ഇല്ലായിരുന്നു, പക്ഷെ മനസ്സിലാക്കി വെക്കുക. പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഡീകമ്പോസ് ടൈം സീരീസ് ഇൻ ടു ട്രെൻഡ്, സീസണാലിറ്റി ആൻഡ് റെസിജ്വൽസ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. A researcher wants to study a relation between temperature and ice cream sales over a year. Which time series component is likely to represent the regular, predictable fluctuations in ice cream sales? ഓക്കെ, ഇതും ടൈം സീരീസ് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ടെമ്പറേച്ചർ, അതായത് റിസർച്ചിന് എന്ത് ചെയ്യണം? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചറും ഐസ്ക്രീം സെയിൽസ് എന്ത് ചെയ്യണം? ഒരു വർഷത്തിൽ നോക്കണം. സോ ഇവിടെ നമുക്ക് ടൈം സീരീസ് കമ്പോണന്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ എന്താ? സീസണാലിറ്റി ആയിരിക്കും വരിക. കാരണം ട്രെൻഡ്, റെസിജ്വൽസ്, സൈക്ലിക്കൽ വേരിയേഷൻസും നമുക്ക് ഏത് ഡാറ്റയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പക്ഷെ ഐസ്ക്രീമിന്റെ സെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കും, ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എപ്പോഴും അത് ഫ്രീക്വന്റ് ആയിട്ട് അതിന്റെ സെയിൽസ് ബാധിക്കുന്നതായിരിക്കും സീസൺ ആയിരിക്കും അല്ലെ? വേനൽക്കാലം ആകുമ്പോൾ ആയിരിക്കും കൂടുതൽ എന്ത് വരിക? ഐസ്ക്രീം സെയിൽസ് കൂടുതലായിട്ട് വരിക. സോ അതുകൊണ്ട് എന്തായിരിക്കും അതിന്റെ റെഗുലർ പ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീസണാലിറ്റി ആയിരിക്കും. ഇതിന്റെ ടൈം സീരീസ് കമ്പോണന്റ് എന്തായിരിക്കും? സീസണാലിറ്റി ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ദെൻ അടുത്തത് വാട്ട് ഡസ് ദ കോഎഫിഷ്യൻ ഡിറ്റർമിനേഷൻ, അതായത് R² റെപ്രസെന്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലീനിയർ റിഗ്രഷൻ. എന്തിനാണ് R² യൂസ് ചെയ്യുന്നത്? ഞാൻ CUT ക്ലാസ് ഒക്കെ പറഞ്ഞു തന്നിരുന്നു. എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് വേരിയേഷൻ ഇൻ ദ ഡിപെൻഡന്റ് വേരിയബിൾ എക്സ്പ്ലെയിൻഡ് ബൈ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, വേരിയബിലിറ്റി അല്ലെങ്കിൽ വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? R² എന്നുള്ളൊരു അല്ലെങ്കിൽ കോഎഫിഷ്യൻ ഡിറ്റർമിനേഷൻ എന്നുള്ളൊരു മെജർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ലീനിയർ റിഗ്രഷൻ മോഡൽ, ഇഫ് ദ കോഎഫിഷ്യൻ ഓഫ് ഡിറ്റർമിനേഷൻ, അതായത് R² is 0.75, ഓക്കെ, then what percentage of the variation in the dependent variable is explained by the independent variable? ഓക്കെ, സോ ഇതിന് നമ്മള് ഇപ്പം R² വാല്യൂ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ എങ്ങനെയുള്ളതാണ്. സോ ഇവിടെ നമുക്ക് R² എന്താ ചെയ്യുന്നത്? പ്രൊപ്പോർഷൻ ഓഫ് വേരിയേഷൻ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, സോ
ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒക്കെ റിലേറ്റബിൾ ആണ്. അത്ര നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ഇവർ നമുക്ക് തന്നിട്ടുള്ളത്. സോ 26ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആർ സ്ക്വയർ 0.75 ആണെങ്കിൽ എത്ര പെർസെന്റേജ് ആയിരിക്കും വേരിയേഷൻ എന്നുള്ളതാണ്. സോ ഒന്നുമില്ല, അതിന്റെ 100 ചെയ്താൽ 75% ആയിരിക്കും ഉണ്ടാകുക. 0.8 ആണെങ്കിൽ 80% ആയിരിക്കും, 0.5 ആണെങ്കിൽ 0.50% ആയിരിക്കും, അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. സോ 0.75 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 75% വേരിയബിലിറ്റി അല്ലെങ്കിൽ വേരിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡ് വേരിയബിളിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്ത 27ാമത്തത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഇൻഡെക്സ് നമ്പർ നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടാകും, BSc പഠിച്ച സംഗതികളാണ്. സോ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ടു കമ്പയർ ചേഞ്ചസ് ഇൻ, മൂന്നാമത്തെ ഓപ്ഷൻ, ടു കമ്പയർ ചേഞ്ചസ് ഇൻ വേരിയബിൾസ് ഓവർ ടൈം ഓർ ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഡെഫിനേഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, പ്രൈസ് ഇൻഡെക്സ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് ഇൻക്രീസ് ഫ്രം 120 to 125 over a year. Okay, if the index is composed of three components, food, housing and transportation, what can be inferred about the changes in these components? Okay, നമുക്കുള്ള ഇൻഡെക്സ് കമ്പോസ് ചെയ്തിരിക്കുന്ന 3 കമ്പോണൻസ് വെച്ചിട്ടാണ്. ഫുഡ് ഉണ്ട്, ഹൗസിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. തന്ന എന്താണ്, ഓവറോൾ പ്രൈസ് ഇൻഡെക്സ് ആണ്. അത് 120 നിന്ന് 125 കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇത് പറഞ്ഞു ശേഷം നമുക്ക് എന്താ പറയുക, എല്ലാ കമ്പോണൻസിലും ഈ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് ഈ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്, ഓവറോൾ പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഒരു ആവറേജ് ഡാറ്റ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും വരിക, ദർ വാസ് എ മിക്സ് ഓഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് അക്രോസ് ദ കമ്പോണൻസ് ആയിരിക്കും വരിക. സി ആയിരിക്കും ആൻസർ വരിക. അടുത്തത്, വെൻ കണ്ടക്ടിങ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ഓൺ ഇൻഡെക്സ് നമ്പേഴ്സ്, വാട്ട് വിൽ ബി ദ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, സോ നൾ ഹൈപ്പോത്തസിസ് നമുക്ക് നിങ്ങൾ ഇൻഫറൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അതായത് ഒന്നുകിൽ ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ്, അല്ലെങ്കിൽ ദർ ഇസ് നോ ഡിഫറൻസ്, അങ്ങനെ ന്യൂട്രൽ ആയിട്ട്, അതായത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നൾ ഹൈപ്പോത്തസിസ് ഉണ്ടാകുക. സോ ഇവിടെ എന്തായിരിക്കും, ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡെക്സ് നമ്പേഴ്സ് ആയിരിക്കും എന്ത് വരിക, ഇവിടെ ആൻസർ വരിക. ബി ആയിരിക്കും ആൻസർ, രണ്ടാമത്തെ ഓപ്ഷൻ. അടുത്തത്, if p value of a correlation test between two variables is 0.05, okay, what can be concluded about the significance of the correlation coefficient? So correlation coefficient significance പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഏതൊരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആൽഫ 0.05 എടുക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കന്റ് എന്താണ്, അതിന്റെ വാല്യൂ ലെസ് ദാൻ 0.05 ആകണം അല്ലേ. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0.05 ആണെങ്കിൽ എന്തായിരിക്കും, അത് ഇൻസിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ നോട്ട് സ്റ്റാറ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയിരിക്കും. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും, the correlation coefficient is not statistically significant ആണെന്നാണ്. ഓക്കെ, 0.05 താഴെ ആയാൽ മാത്രമേ എന്താവുള്ളൂ, അത് സിഗ്നിഫിക്കന്റ് ആകുള്ളൂ ഫോർ ആൽഫ ഈക്വൽ 0.05. ഇനി ഇവിടെ 0.01 ആണ് ആൽഫ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് അത് സിഗ്നിഫിക്കന്റ് ആയിരിക്കും. നമുക്കത് ആൽഫ നമുക്ക് അത്ര തന്നിട്ടില്ല. പക്ഷെ പി വാല്യൂ നമ്മൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ആൽഫ എന്താ എടുക്കേണ്ടത്, 0.05 ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ട് എന്തായിരിക്കും 0.05 ഈക്വൽ ടു 0.05 ആണ് പറഞ്ഞുകൊണ്ട് നമുക്ക് ലെസ് ദാൻ 0.05 ആണെങ്കിൽ മാത്രമേ എന്താകുള്ളൂ, സിഗ്നിഫിക്കന്റ് ആകുള്ളൂ. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0.05 ആണെങ്കിൽ എന്തായിരിക്കും, അത് ഇൻസിഗ്നിഫിക്കന്റ് ആയിരിക്കും. സോ നമുക്ക് ആൻസർ എന്താ വരിക, ബി ആയിരിക്കും, രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് റോളിംഗ് ആൻ ഓഡ് നമ്പർ ഓൺ എ ഫെയർ 6-sided ഡൈ. ഓക്കെ, +2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡൈ റോൾ ചെയ്യുകയാണെങ്കിൽ റോൾ ചെയ്യുമ്പോൾ ഈവൻ നമ്പർ കിട്ടാനുള്ള അല്ലെങ്കിൽ ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും, എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്, 3/6 ആയിരിക്കും അല്ലെങ്കിൽ 1/2 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്തത്, if the probability of event A is 0.4 and the probability of event B is 0.3, what is the probability of either A or B occurring? അതായത് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് അടുത്ത പ്രോബിലിറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഒന്നുകിൽ അത് തരണം, അല്ലെങ്കിൽ എന്താകണം, മ്യൂച്വലി എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡന്റ് നമ്മൾ തരണം. ഓക്കെ, അതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയൂല. സോ അങ്ങനെ സംഗതി, അങ്ങനെ ഹിന്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഐ തിങ്ക് ക്വസ്റ്റ്യൻ റോങ് ആണ്. ഇതിന്റെ ആൻസർ ചെയ്യാൻ കഴിയൂല എന്നാണ്. വേറൊരു മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളൊരു ഹിന്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അല്ലാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി.
എന്തായിരിക്കും പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി, അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, അതായത് ബി രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരിക. ഇൻ എ ബാഗ് ദർ ആർ 4 റെഡ് ബോൾസ് ആൻഡ് 6 ബ്ലൂ ബോൾസ്. ഒരു ബാഗിൽ 4 റെഡ് ബോൾ ഉണ്ട്, 6 ബ്ലൂ ബോൾസ് ഉണ്ട്. ഇഫ് വൺ ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം, ഓക്കെ, ഒരു ബോൾ എടുത്ത് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ? എന്തായിരിക്കും? 4/10 ആയിരിക്കും. സോ അതിന്റെ ആൻസർ 0.4/10 0.4 ആയിരിക്കും അല്ലേ? അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ബേസ് തിയറം യൂസ്ഡ് ഫോർ? ഈ സ്ഥിരത്തിന്റെ അപ്ലിക്കേഷൻ എന്താ? ഇതിനാണ് ബേസ് തിയറി യൂസ് ചെയ്യുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ എന്തായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? ടു കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഒക്കറിംഗ് ഗിവൺ ദ പ്രയർ നോളജ്. കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ്. സോ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ വരിക. അടുത്തത് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ വിത്ത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് വൈ, സോറി ജി ഓഫ് വൈ. എക്സും വൈ ഇൻഡിപെൻഡന്റ് ആണ്. കറസ്പോണ്ടിങ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സും ജി ഓഫ് വൈയും. അങ്ങനെയാണെങ്കിൽ ജോയിൻ പി ഡി എഫ് എന്തായിരിക്കും വരിക? ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻസ് ആയിരിക്കും. അതായത് ജി എഫ് എക്സിന്റെ ജി ഓഫ് വൈ ആയിരിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. In statistical hypothesis testing, what does the p-value represent? p-value എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ ആയിരിക്കും അല്ലെ? ആൽഫ ഈക്വൽ ടു ടൈപ്പ് 1 എററും ആൽഫയും ഒക്കെ എന്താണ്? സെയിം ആണ്. p-value പിന്നെ പ്രോബിലിറ്റി ഓഫ് കറക്റ്റ്ലി റിജക്റ്റ് നൾ ഹൈപ്പോത്തസിസും മേ ബി വരാൻ ചാൻസ് ഉണ്ട്. ഹൈപ്പോത്തസിസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അല്ല. ഓക്കെ, അതല്ല. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ആൻസർ വരിക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. If the joint probability distribution of two discrete random variable x and y is given by p of x equal to 1, comma y equal to 2 equal 0.3, what is the probability of x being 1 and y being 2? ഇതന്നല്ലേ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. Probability of x equal to 1, comma y equal to 2 equal 0.3. അങ്ങനെയെങ്കിൽ x being 1 and y being 2 എന്തായിരിക്കും? അത് തന്നെയാണ്, 0.3 ആണ് അതിന് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അടുത്തത് വാട്ട് ഡസ് ഇറ്റ് മീൻ ഫോർ ടു റാൻഡം വേരിയബിൾസ് ബി ഇൻഡിപെൻഡന്റ്? രണ്ട് റാൻഡം വേരിയബിൾ ഇൻഡിപെൻഡന്റ് പറയുന്നത് എന്തായിരിക്കും? ഒരു റാൻഡം വേരിയബിൾ മറ്റേതിനെ എഫക്ട് ചെയ്യുന്നില്ല. ഒന്നിന്റെ വാല്യൂ മറ്റേതിനെ എഫക്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഡസ് നോട്ട് അഫക്ട് ദ വാല്യൂ ഓഫ് അതർ. ഇൻഡിപെൻഡന്റ് ഏത് കുട്ടിക്ക് പറയാൻ പറ്റുന്നതാണ്? ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒന്ന് മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബി ആയിരിക്കും ആൻസർ വരിക. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 equal 0.4, പി ഓഫ് എക്സ് ഈക്വൽ 2 equal 0.6, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് എക്സ് ബീയിങ് 1 given y is 2? ഇവിടെയും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ആകെ തന്നിട്ടുള്ള പി ഓഫ് എക്സ് ഈക്വൽ ടു 1, അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് തന്നിട്ടുള്ളത്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈക്വൽ 0.4, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ 0.6. സോ ഇവിടെ നമുക്ക് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള ഒരു സംഗതി നമുക്ക് ഇവിടെ തന്നിട്ടില്ല. സോ ഇവിടെ നമുക്ക് കണ്ടീഷൻ ഡിസ്ട്രിബ്യൂഷൻ കാണണമെങ്കിൽ എന്താണ്? കണ്ടീഷൻ ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ എന്താ? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, കോമ വൈ ഈക്വൽ ടു 2. സോറി, ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈക്വൽ 0.4 ആൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0.6 എങ്ങനെയൊക്കെ തന്നിട്ടുള്ളത്. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ബീയും 1 given y ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കാണാൻ കഴിയില്ല. അപ്പൊ ഐ തിങ്ക് ക്വസ്റ്റ്യൻ ഈസ് റോങ്. അടുത്തത് 41. Which of the following distribution is characterized by the continuous probability density function with two parameters alpha and beta and is commonly used in Bayesian statistics and reliability and engineering? ഇത് ഇവിടെ ഗാമ ആയിരിക്കും ഉണ്ടാകുക. കാരണം ആൽഫയും ബീറ്റയും നമ്മൾ കോമൺലി ആൽഫയും ബീറ്റയും പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഗാമയാണ്. ബീറ്റ എം കോമ എൻ ആണ് സാധാരണ പൊതുവെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മ്യൂ സിഗ്മ സ്ക്വയർ ആണ്. സാധാരണ നമ്മൾ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ബീറ്റയും ഗാമയും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഗാമ ആകാനാണ് സാധ്യത കൂടുതൽ. ആൻസർ. അടുത്തത് മൊമെന്റ് എം ജി എഫ് ഓഫ് റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഗിവൺ ബൈ എം ഓഫ് ടി ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു 2t plus 2t square. വാട്ട് ഈസ് ദ സെക്കൻഡ് മൊമെന്റ് ഓഫ് എക്സ്?
ഓക്കെ, MGF ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊമെന്റ്സ് കാണാൻ കഴിയുമല്ലോ. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുക, സീറോയിലേക്ക് ടി സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ആൻസർ കിട്ടിയത് 4 ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു 1/2 ഹോൾ റേസ് ടു കെ പ്ലസ് 1 കെ ഈക്വൽ 0 1 2 എക്സെട്ര. സോ ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ മീൻ. ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താ? Q/P അല്ലേ? സോ ഇവിടെ Q എന്താ? ഇവിടെ നമുക്ക് സാധാരണ നമ്മളിങ്ങനെ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ PDF എഴുതാറുള്ളത് P×Q⁻X അല്ലേ? സോ ഇവിടെ നമുക്ക് P×Q⁻X ഉള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ 1/2 1/2 K ആയിരിക്കും വരിക അല്ലേ? അതിന് തിരിച്ച് എഴുതുകയാണെങ്കിൽ 1/2 ഹോൾ റേസ് ടു K പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1/2 1/2 ഹോൾ റേസ് ടു K അല്ലേ? സോ ഇവിടെ P എന്ന് പറഞ്ഞാൽ P യും Q എന്താണ്? ഈക്വൽ ടു 1/2 ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ എന്തായിരിക്കും വരിക? 1 ആയിരിക്കും ആൻസർ വരിക. എക്സ്പെക്ടേഷൻ. അടുത്തത് സം ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് അറൈസസ് ഫ്രം ദ റേഷ്യോ ഓഫ് ടു ഇൻഡിപെൻഡന്റ് chi-square ഡിസ്ട്രിബ്യൂഷൻ. chi-square ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? F ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. In a binomial distribution, if n is the number of trials and p is the probability of success on each trial, then the variance of the distribution. ബൈനോമിയലിന്റെ വേരിയൻസ് എന്നത് NPQ അല്ലെങ്കിൽ NP into 1 - P ആയിരിക്കും. Okay, which of the following distribution is not symmetric and has a long right tail? അതിവിടെ വരുന്നത് നോർമല് സിമെട്രിക് ആണ്, എക്സ്പോണൻഷ്യല് നോ. ബീറ്റ ഡിസ്ട്രിബ്യൂഷനും ബീറ്റയും ലോഗ് നോർമൽ ആണ്. എനിക്ക് തോന്നുന്നത് റൈറ്റ്, അതായത് റൈറ്റിൽ സ്ക്യൂഡ് ആയിട്ട് ഗ്രാഫ് വരുന്നുള്ളൂ. പക്ഷെ ബീറ്റ ഡിസ്ട്രിബ്യൂഷന് അതിന്റെ വാല്യൂസിനനുസരിച്ച്, പാരാമീറ്റേഴ്സ് വാല്യൂ അനുസരിച്ച് നമുക്ക് എന്താ പറ്റും? സിമെട്രി ആക്കാനും പറ്റും. പക്ഷെ ലോഗ് നോർമൽ ഓൾവേസ് റൈറ്റ് ടൈൽഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ലോഗ് നോർമൽ ആയിരിക്കും ആൻസർ. 47. Which of the following distribution is characterized by the constant probability of success P and constant probability of failure Q is equal to 1 - P over a fixed number of independent trials? ഇതൊക്കെ ബൈനോമിയൽ ആയിരിക്കും ആൻസർ വരിക. കാരണം നോർമൽ എക്സ്പോണൻഷ്യൽ ഒന്നും ട്രയൽസിനെ ബാധിക്കുന്നില്ലല്ലോ. അതൊക്കെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നമ്പർ ഓഫ് സക്സസ് ഇൻ എ ഫിക്സ്ഡ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ബെർണോളി ട്രയൽസ്. ട്രയൽസ് കണ്ട അപ്പൊ തന്നെ ആൻസർ എന്തായിരിക്കും? ബൈനോമിയൽ ആയിരിക്കും ആൻസർ വരിക. With constant probability of success is distributed by the binomial distribution ആയിരിക്കും. C. 49. Suppose a random variable x follows a binomial distribution with parameters n equal to 10 and p is equal to 0.4. What is the probability of x takes on an even value? So ഇവിടെ n is equal to 10 തന്നിട്ടുണ്ട്, p is equal to 0.4 തന്നിട്ടുണ്ട്. x ന്റെ വാല്യൂ ഈവൻ നമ്പർ ആകണം. ചാൻസ് എന്തായിരിക്കും? 2 ആകാം, 4 ആകാം, 6 ആകാം, 8 ആകാം, 10 ആകാം. സോ അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫംഗ്ഷനിൽ ഇട്ടിട്ട് PDF ഇട്ടിട്ട് എന്ത് ചെയ്യാം? സം ചെയ്താൽ മതി. P of x equal to 2 plus P of x equal to 4 plus P of x equal to 6 plus P of x equal to 8 plus P of x equal to 10. ഓക്കെ, സോ ബൈനോമിയലിന്റെ PDF എന്താ? NCX plus NCXന്റെ P/X ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൽ ആൻസർ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇതിനുള്ള ആൻസർ കിട്ടിയിട്ടില്ല. 0.5 ആണ് എനിക്ക് ആൻസർ കിട്ടിയത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഈ ഓപ്ഷനിൽ ഏത് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. എനിക്ക് കിട്ടിയത് 0.5 ആണ്. സോ അത് ഇതിലെ ആൻസറിൽ കാണുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വിച്ച് ഡിസ്ട്രിബ്യൂഷൻ യൂസർ ടു മോഡൽ ദി വെയിറ്റ് ആൻഡ് ടൈം ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് പോയിസൺ ഇവന്റ്സ്. അത് ആൻസർ വരുന്നത് ഇവിടെ എക്സ്പോണൻഷ്യൽ ആയിരിക്കും വരിക. വെയിറ്റ് ആൻഡ് ടൈം ഡിസ്ട്രിബ്യൂഷൻ എക്സ്പോണൻഷ്യൽ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, which property of an estimator is crucial for ensuring that estimate's expected value converges to the true value of the parameter as the sample size increases? ഇതൊരു ആൻസർ വരിക കൺസിസ്റ്റൻസി ആയിരിക്കും അല്ലേ? ട്രൂ പാരാമീറ്ററിലേക്ക് എക്സ്പെക്ട് വാല്യൂ ട്രൂ പാരാമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ആസ് n ഇൻക്രീസസ്. എന്തായിരിക്കും? കൺസിസ്റ്റൻസി ആയിരിക്കും. അടുത്തത് ക്രാമറാവ് ലോവർ ബൗണ്ട് establishes a limit on the variance of an unbiased estimator based on. എന്തായിരിക്കും വരിക? എന്താ CRLB എന്താ? ക്രാമറാവ് ലോവർ ബൗണ്ട് എന്താ? വേരിയൻസ് ഓഫ് ടി. നമ്മൾ എസ്റ്റിമേറ്റർ ടി ആണെങ്കിൽ വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g dash of theta whole square divided by I of theta ആണ് അല്ലെ? I theta എന്താ? ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫിഷർ ഇൻഫർമേഷൻ ആണ് I of theta എന്ന് വരുന്നത്. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഇൻഫർമേഷൻ ഡിവൈഡ് ബൈ സാമ്പിൾ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്തത്
according to the Neyman factorization theorem, the statistic T is sufficient for a parameter theta only if and only if. Neyman factorization theorem എന്താ സഫീഷ്യൻസി ഇവിടെ ഉണ്ടാകും. നമ്മള് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷന് നമ്മൾ രണ്ട് ഫംഗ്ഷനായി മാറ്റാൻ കഴിയുകയാണെങ്കിൽ, ഒന്ന് തീറ്റയുടെ ഫംഗ്ഷനായിട്ടും ഒരു എക്സിന്റെ ഫംഗ്ഷനായിട്ടും നമ്മൾ മാറ്റാൻ കഴിയുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു ടി എന്ന് പറയുന്നത് സഫീഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കും നമ്മൾ നിയമം ഫാക്ടറൈസേഷൻ തിയറം പഠിച്ചിട്ടുണ്ട്. സോ അതിനോട് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ നമുക്ക് ആൻസർ എന്തായിരിക്കും? ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദ സാമ്പിൾ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻ ടു ഫംഗ്ഷൻസ് എന്നാണ് ആൻസർ വരിക. അതായത് ബി ആയിരിക്കും, രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. അടുത്തത് 54. ദ മെത്തേഡ് ഓഫ് മൊമെന്റ് എസ്റ്റിമേഷൻ. അതിന് പ്രോപ്പർട്ടി നോക്കിയാൽ മതി. ഇവിടെ എന്താണ് അതിന്റെ ഡെഫിനേഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇൻവോൾവ് മാക്സിമൈസ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അതെന്താണ്? MLE ആണ്, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ആണ്. മിനിമൈസസ് സം ഓഫ് സ്ക്വയർ ഓഫ് എലേഴ്സ്, അത് OLE മെത്തേഡ് ആണ്, ഓർഡിനറി സ്ക്വയർ മെത്തേഡ് ആണ്. പിന്നെ ഈസ് ബേസ്ഡ് ഓൺ ദ ഇക്വേറ്റിംഗ് സാമ്പിൾ മൊമെന്റ്സ് ടു പോപ്പുലേഷൻ മൊമെന്റ്സ്. ഇതാണ് എന്ത് മെത്തേഡ് ഓഫ് മൊമെന്റ്സ്. മൂന്നാമത്തെ ആൻസർ ആയിരിക്കും, മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. In interval estimation, a confidence interval guarantee that the parameter lies within the interval with a certain probability. Guarantee എന്ന് പറയാൻ പറ്റൂല, എന്നിരുന്നാലും ഏതൊരു ഓപ്ഷനുടെ ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ വരുന്നത് provides exact estimated population parameter. No, is always symmetric around the sample mean. Population exact estimation നമ്മൾ കാണാൻ കഴിയില്ല, നമുക്ക് ഇന്റർവെല്ലിൽ തരാം, ഇന്റർവെല്ലിൽ ഏത് വേണമെങ്കിൽ വരാന്നുള്ളതാണ്. സോ ബി ഓപ്ഷൻ തെറ്റാണ്. സി ഓപ്ഷൻ ഈസ് ഓൾവേസ് സിമെട്രിക് അറൌണ്ട് ദ സാമ്പിൾ മീൻ, ഇതും തെറ്റാണ്. ഇത് ഈസ് നാരോവർ ഫോർ ലാർജർ സാമ്പിൾ സൈസ്, ഇതും ശരിയാണ്. സാമ്പിൾ സൈസ് അനുസരിച്ച് എന്താകും പറ്റും, നേരോ ആകും എന്നുള്ള പറയാൻ പറ്റും. സാമ്പിൾ സൈസ് കൂടുന്തോറും ഇന്റർവെല്ലില് കോൺഫിഡൻസ് ഇന്റർവെൽ എന്താകും, ചെറുതായി വരും എന്നുള്ളത് ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എ ഓപ്ഷൻ guarantee that the true parameter lies within the interval within a certain probability. കൺഫ്യൂഷൻ ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ വരാം, നാലാമത്തെ ഓപ്ഷൻ വരാം. കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ എ ആയിരിക്കും, ഐ തിങ്ക് കറക്റ്റ് ഉള്ള എ ആയിരിക്കും ആൻസർ വരാൻ ചാൻസ്. ഓക്കെ, അടുത്ത ടൈപ്പ് 1 എറർ refers to rejecting null hypothesis when it is true. അതിനായിരിക്കും വരിക, എ ആയിരിക്കും ആൻസർ. പവർ ഓഫ് ദ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, ഇതും കൺഫ്യൂഷൻസ് ഉണ്ട്. പവർ ഓഫ് ടെസ്റ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് എഫക്ട് ചെയ്യുന്നുണ്ട്, സാമ്പിൾ സൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, വേരിയബിലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആൽഫയുണ്ട്, സാമ്പിൾ സൈസ് ഉണ്ട്. സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതോറും പവർ കൂടും, ആൽഫ കൂടുന്നതോറും പവർ കൂടും. സോ ഇവിടെ ആൻസർ വരാൻ ചാൻസ് ഉള്ളത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. സോ കൺഫ്യൂഷൻ ആണ് ഇത്. ഇങ്ങനത്തെ ക്വസ്റ്റൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഈ ക്വസ്റ്റൻ തന്നെ ഒഴിവാക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് വരെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആൻസറായി തോന്നുന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനാണ്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ആവാൻ ചാൻസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ഓക്കെ, ദ ക്രിട്ടിക്കൽ റീജിയൺ ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ്. ക്രിട്ടിക്കൽ റീജിയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്കംസ് ദാറ്റ് ലീഡ് ടു റിജക്ഷൻ ഓഫ് നൾ ഹൈപ്പോത്തസിസ് ആണ് അല്ലേ. നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുന്ന റീജിയൻ ആണ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. റിജക്ഷൻ റീജിയൻ ആണ് ക്രിട്ടിക്കൽ റീജിയൻ. സോ അവിടെ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും ആൻസർ. അടുത്തത് 59. The chi-square distribution is commonly used in the hypothesis testing for compare means അല്ല, ടെസ്റ്റിംഗ് the equality of variance അല്ല, പ്രൊപ്പോർഷൻസ് അല്ല, ടെസ്റ്റിംഗ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഓക്കെ, ഡയറക്റ്റ് ആണ്, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ്. ടെസ്റ്റ് ചെയ്യാനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അത് Kolmogorov-Smirnov ടെസ്റ്റ് ഈസ് എ നോൺ പാരാമീറ്റർ ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ്. ടെസ്റ്റിംഗ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഓഫ് എ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് ആൻസർ വരുന്നത് തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്ത 61. Which of the following sampling methods ensures that every subgroup within the population is represented in the sample? സബ്ഗ്രൂപ്പില് ഓക്കെ നോക്കണം, എവരി സബ്ഗ്രൂപ്പ്, എല്ലാ സബ്ഗ്രൂപ്പും, അതായത് പോപ്പുലേഷനിലെ എല്ലാ സബ്ഗ്രൂപ്പും എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പിൾ റെപ്രസെന്റ് ചെയ്യും എന്നുള്ള ചെയ്യാനുള്ള മെത്തേഡാണ്. എന്തായിരിക്കും വരിക? സബ്ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രാറ്റിഫൈഡ് ആയിരിക്കും. കാരണം സ്ട്രാറ്റിഫൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോപ്പുലേഷൻ സബ്ഗ്രൂപ്പ് ആക്കുന്നത്. സിസ്റ്റമാറ്റിക്കൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റിയിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല, സബ് ഗ്രൂപ്പ് ആക്കി മാറ്റുന്നില്ല. സ്ട്രാറ്റിഫൈഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സബ് ഗ്രൂപ്പ് ആക്കി മാറ്റുന്നുള്ളൂ. ഓക്കെ, സോ അവിടെ ആൻസർ ആയിരിക്കും. അടുത്തത് വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഓവർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്? ഇതായിരിക്കും വരിക.
ഇറ്റ് ഈസ് ഈസിയർ ടു ഇംപ്ലിമെന്റ് അല്ല, സിമ്പിൾ ആൻഡ് സാമ്പിളിംഗ് ആയിരിക്കും ഈസിയർ ആകുക. ഇറ്റ് അലോസ് ഗ്രേറ്റർ പ്രിസിഷൻ ഓഫ് എസ്റ്റിമേഷൻ. ഇത് മേ ബി ഹാവ് ചാൻസ് ഉണ്ട് ബിക്കോസ് സ്മോൾ സാമ്പിൾ സൈസ് റിഡ്യൂസസ് ദ നോൺ സാമ്പിളിംഗ് എറർ. ഇവിടെ ആൻസർ വരെ ബി ആയിരിക്കും കൂടുതൽ ഓപ്റ്റ് കാണുന്നത്. ഇറ്റ് അലോസ് ഫോർ ഗ്രേറ്റർ പ്രിസിഷൻ ഓഫ് എസ്റ്റിമേഷൻ എന്നുള്ളത്. ഓക്കെ, അടുത്ത 63. റിസർച്ചർ ഡിവൈഡ്സ് എ പോപ്പുലേഷൻ ഇൻ ടു സെവറൽ ഹോമോജീനിയസ് ഗ്രൂപ്സ് and then randomly select the samples from each group. What is sample method being used? എന്തായിരിക്കും ഹോമോജീനിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും ഇവിടെ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്തത് ഇൻ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ് ഇഫ് എ റിസർച്ചർ വാണ്ട്സ് ടു സാമ്പിൾ എവറി ഫിഫ്ത്ത് ഐറ്റം ഫ്രം എ പോപ്പുലേഷൻ ഓഫ് 1000, വാട്ട് വിൽ ബി ദ സാമ്പിളിംഗ് ഇന്റർവൽ? സാമ്പിളിംഗ് ഇന്റർവൽ എന്തായിരിക്കും? സിസ്റ്റമാറ്റിക്കലി ഇവിടെ തന്നിട്ടുണ്ട് എവറി ഫിഫ്ത്ത് ഐറ്റം എന്നാണ് തന്നിട്ടുള്ളത്. സോ എവറി ഫിഫ്ത്ത് ഐറ്റം നിന്ന് അഞ്ച് കൂടുമ്പോൾ അഞ്ചാമത്തെ ഓരോ അഞ്ചാമത്തെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുന്നില്ല. സോ എന്തായിരിക്കും ഇന്റർവെൽ എന്തായിരിക്കും? സാമ്പിളിംഗ് ഇന്റർവെൽ എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്താണ്? പ്രോബിലിറ്റി ആണ്, റാൻഡം സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്താണ്? പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ്. കൺവീനിയൻസ് സാമ്പിളിംഗ് ആയിരിക്കും എന്ത് വരിക? നോൺ സാമ്പിളിംഗ് ആയിരിക്കും വരിക. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ പോപ്പുലേഷൻ മീൻ ഇൻ സാമ്പിളിംഗ്? പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് സ്റ്റാൻഡേർഡ് എറർ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ ആണല്ലേ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാധനം തന്നെ യൂസ് ചെയ്യുക വേരിയബിലിറ്റി മെഷർ ചെയ്യാനാണ് അല്ലേ. സോ അവിടെ നമുക്ക് എന്തായിരിക്കും ആൻസർ? ടു മെഷർ ദ വേരിയബിലിറ്റി ഓഫ് ദ സാമ്പിൾ മീൻ ആണ്. Which of the following experimental design involves the only one independent variable with multiple levels? ഇത് ഒന്നുകിൽ വൺ വേ അനോവ ആകാം, പിന്നെ അല്ലെങ്കിൽ RCBD ആകാം. വൺ വേ അനോവക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. RCBD ബ്ലോക്കിംഗ് വരുന്നുണ്ട്. സോ ബ്ലോക്കിംഗ് മേ ബി ഒരു വേരിയബിൾ ആയിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ അതായത് എക്സ്പെരിമെന്റൽ ഡിസൈൻസിൽ നമുക്ക് ബ്ലോക്കിംഗ് വരുമ്പം നമ്മുടെ അടുത്തുള്ള വേരിയബിളിന്റെ കൂടെ തന്നെ ബ്ലോക്സും കൂടെ നമുക്ക് മേ ബി ഈ ഒരു വേരിയബിൾ ആയിട്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ കണക്കാക്കും. സോ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സംഗതി ഇവിടെ ഒന്നും സ്പെസിഫൈ തന്നിട്ടില്ല. സോ ഇവിടെ നമുക്ക് എന്തായിരിക്കും? വൺ വേ അനോവ ആയിരിക്കും ആൻസർ ചെയ്യാൻ ചാൻസ്. ഓക്കെ, അടുത്തത് ക്രൂഡ് ബർത്ത് റേറ്റ് ഈസ് കവേർഡ് ആസ് നമ്പർ ഓഫ് ബർത്ത് പെർ 1000 പീപ്പിൾ ആയിരിക്കും. ഓക്കെ, ക്രൂഡ് ബർത്ത് റേറ്റ് CBR. വാട്ട് ഇസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അറിയൂല, എന്നിരുന്നാലും പറഞ്ഞുതരാം. എസ്റ്റിമേറ്റ് ദ ടോട്ടൽ ഇൻകം ഏൺ ബൈ, മൂന്നാമത്തെ ഓപ്ഷനായിരിക്കും കറക്റ്റ് വരിക. എസ്റ്റിമേറ്റ് ദ ടോട്ടൽ ഇൻകം ഏൺ ബൈ ദ individuals and business within the country. അടുത്തത് which organization is responsible for the conducting population census in India? ഓക്കെ, അതിന് ആൻസർ സെൻസസ് നടത്തുന്ന രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് പോപ്പുലേഷൻ സെൻസസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ SQC ആണ് കേട്ടോ. SQCയിലുള്ള ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് X bar ചാർട്ട് പ്രൈമറി മോണിറ്റർ? X bar ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? X bar എന്ന് പറഞ്ഞാൽ മീനാണ്. സോ മീൻ ഓഫ് സാമ്പിൾ ടേക്കൺ പ്രോസസ് ആയിരിക്കും. വേരിയബിലിറ്റി ആണെങ്കിൽ S ചാർട്ട് ഉണ്ട്, റേഞ്ച് ആണെങ്കിൽ R ചാർട്ട് ഉണ്ട്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് കൺട്രോൾ ചാർട്ട് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ഡിസ്പേർഷൻ ഓഫ് വേരിയബിലിറ്റി വിത്തിൻ ദ ചാർട്ട്? സോ ഇവിടെ നമുക്ക് S ചാർട്ടും വരുന്നുണ്ട്, R ചാർട്ടും വരുന്നുണ്ട്. R ചാർട്ടും S ചാർട്ടും വേരിയബിലിറ്റിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ ഒപ്റ്റ് ആയിട്ട് കാണുന്നത് S ചാർട്ടാണ്. ഓക്കെ, അടുത്തത് 73. അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ. അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്താ? അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മെത്തേഡ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ആണ്. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൈമർലി ഇത് യൂസ് ചെയ്യുന്നത് നമ്മള് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നമ്മൾ ഒരു സാധനം മാനുഫാക്ചർ ചെയ്യാണ്. സോ അതിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുക്കുകയാണ്. സോ ഇൻസ്പെക്ട് എ സാമ്പിൾ, അതിനാണ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അത് റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ ഉള്ള ഒരു സംഗതിയാണ് ഇവിടെ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഫാക്ചറിങ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ റിജക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാണണം എന്നുള്ളതാണ്. അല്ല, ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ ഇവിടെ നമുക്ക് നമ്മൾ എടുക്കുന്ന സാമ്പിള്
അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ ഉള്ളൊരു പ്രോസസ് ആണ് എന്ത് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നു, അതായത് നമ്മുടെ പ്രൊഡക്ട്സ് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നു. സോ അത് ആ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള ബാച്ചസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ ഉള്ളത് നമ്മൾ തീരുമാനിക്കാൻ നോക്കിയിട്ട്. സോ അത് നോക്കിയിട്ട് ചെയ്യുക, ഡിഫക്റ്റ് ഉണ്ടോ ഇല്ല ഉള്ളത് നോക്കിയിട്ടല്ലേ. സോ ഇവിടെ നമ്മൾ ക്യാൻസർ എന്നായിരിക്കും റിജക്റ്റിംഗ് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് ബിഫോർ ദ റീച്ച് ദ കസ്റ്റമർ. ഓക്കെ, സോ 73 ബി ആയിരിക്കും ആൻസർ വരിക. 74 സിംപ്ലക്സ് മെത്തേഡ് യൂസ്ഡ് ഫോർ സോൾവ് വിച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലം. സിംപ്ലക്സ് മെത്തേഡ് ലീനിയർ LPP സോൾവ് ചെയ്യാനല്ലേ, സോറി സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എ ആയിരിക്കും ആൻസർ വരിക, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ദ ഒബ്ജക്റ്റീവ് ഈസ് ടു മിനിമൈസ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് എന്താ? ടു മിനിമൈസ് ദ കോസ്റ്റ് ആണ് അല്ലേ. സോ ഇവിടെ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ എ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, സോ ഇത്രയാണ് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇത് PG ലെവല്, അതായത് ബേസിക് ക്വസ്റ്റ്യൻ, അതായത് ഒന്നും ഒരു അപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ ചോദിച്ചിട്ടില്ല. എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഓരോ കൺസെപ്റ്റും ഡയറക്റ്റ് ആയിട്ട് ഓരോ തിയറിയും അല്ലെങ്കിൽ ഓരോ കൺസെപ്റ്റ് ആയിട്ട് അതിൽ നിന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ പ്രോബ്ലമാറ്റിക് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടും കാണുന്നില്ല. മറ്റേ ബൈനോമിയൽ ക്വസ്റ്റ്യൻ മാത്രമേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ ചെയ്യാനുള്ളതായിട്ട്. ബാക്കിയുള്ളതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, തെറ്റിക്കുക. ഓക്കെ, നമുക്ക് അറിയുന്നത് എന്ത് ചെയ്യും നമ്മൾ ആവശ്യം കൂടിയിട്ട് നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സോ കണ്ടോ, ഇത് ഈ സിമെട്രിക് അല്ലെങ്കിൽ സ്ക്യൂസിലൊക്കെ നമ്മൾ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. കൺഫ്യൂഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരും, നമ്മൾ ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക, നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഇനി എന്റെ അനുസരിച്ച് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഇല്ല, എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, സോ ഇത്രയാണ് 2024 CUCAT-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതിവിടെ അവസാനിപ്പിക്കാം. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.